ഹലോ, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചാർട്ട് ഡോക്യുമെന്റ് എന്ന സെക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. സോ ഇന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചാർട്ട് ഡോക്യുമെന്റ് എന്താണെന്നും ഏതൊക്കെ ക്രൈം സീൻസിലാണ് ചാർട്ട് ഡോക്യുമെന്റ് എവിഡൻസ് ആയിട്ട് കിട്ടുന്നതെന്നും ചാർട്ട് ഡോക്യുമെന്റ് കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കിറ്റിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടണമെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ സ്റ്റെപ്സ് ഫോർ ദി കളക്ഷൻ എക്സാമിനേഷൻ ഓഫ് ചാർട്ട് ഡോക്യുമെന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുപോയി. സോ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് ചാർട്ട് ഡോക്യുമെന്റ്സ്. അതായത് ഹാൻഡ്ലിംഗ് ആണ് ഫസ്റ്റ് പ്രൊസീജിയർ, രണ്ടാമത്തത് സ്റ്റെബിലൈസേഷൻ ആണ്, മൂന്നാമത്തത് സെപ്പറേഷൻ ആണ്, നാലാമത്തത് കറക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ആണ്, അഞ്ചാമത്തത് ഡിസിഫറിംഗ് ഓഫ് ചാർട്ട് ഡോക്യുമെന്റ്സ് ആണ്. ഈ സ്റ്റെപ്പ് ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. സോ ഹാൻഡ്ലിംഗ് ഓഫ് ചാർട്ട് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? സ്വിച്ച് ഓഫ് ഓൾ ദി ഫാൻസ് ആൻഡ് ക്ലോസ് ദി റൂംസ് ടു അവോയ്ഡ് എനി ഫർദർ ബേണിംഗ് ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതായത് ആർസൺ കേസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ആർസൺ കേസസിൽ എന്ത് സംഭവിക്കാം? ആക്സിലറിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ആക്സിലറൻസ് ലൈക് പെട്രോൾ, കെറോസിൻ ഒക്കെ യൂസ് ചെയ്യാം അല്ലെ. സോ ഓൾറെഡി എന്തുണ്ട്, അവിടെ ബേണിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫാൻസ് ഒക്കെ ഓൺ ആണ് അല്ലെങ്കിൽ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓക്സിജന്റെ സർക്കുലേഷൻ കൂടും അല്ലെ. അതോടെ തന്നെ ബേണിംഗ് ഇൻക്രീസ് ആവും. സോ ഫർദർ ബേണിംഗ് ഓഫ് ദി ഡോക്യുമെന്റ്സിന് പോസിബിൾ ആണ് ആൻഡ് അതർ മെറ്റീരിയൽസ് പ്രസന്റ് ഇൻ ദ റൂം. സോ എന്ത് ചെയ്യണം? ആദ്യം അത് അവോയ്ഡ് ചെയ്യാം. സ്വിച്ചിങ് ഓൾ ദി ഫാൻസ് ആൻഡ് ക്ലോസ് ദി റൂം ആൻഡ് വിൻഡോസ്. ഓക്കെ. രണ്ടാമത്തത് അവോയ്ഡ് ഡിസ്റ്റർബിംഗ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദ ഡോക്യുമെന്റ്സ് ആർ ബേൺ. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഒരു കണ്ടെയ്നർ ലൈക്ക് ബോക്സ് അല്ലെങ്കിൽ ടേബിൾ, ഇതിലൊക്കെയാണെങ്കിൽ ഡ്രോയർ, ഇതിലൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുക? കീപ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ് അല്ലെ. കണ്ടെയ്നർ അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതായത് ക്രൈം സീനിൽ ഇപ്പം എന്താണ്, ഫയറിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ ഫയർ ഒക്കെ എന്തായി? എക്സ്റ്റിങ്വിഷ്ഡ് ആയി. അതിനുശേഷം എന്താണ്, ഈ പറഞ്ഞ കണ്ടെയ്നർ എന്താണ്, ചാർട്ട് ഡോക്യുമെന്റ് കണ്ടു, എവിഡൻസ് ആയിട്ട് കണ്ടു. സോ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ഡോക്യുമെന്റ്സിനെ കളക്ട് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് സ്റ്റെബിലൈസ് ദി ചാർട്ട് ഡോക്യുമെന്റ്സ് ബൈ സ്പ്രേയിങ് ദി സ്റ്റെബിലൈസർ ബിക്കോസ് ഓഫ് ദർ ഫ്രജൈൽ നേച്ചർ അല്ലെ. ഫ്രജൈൽ നേച്ചർ കാരണം, പൊടിഞ്ഞു പോകുന്ന ഒരു പ്രകൃതം കാരണം എന്ത് ചെയ്യുക? സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുക. എന്ത് സ്റ്റെബിലൈസർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പോളി വിനൈൽ അസറ്റേറ്റ് ആണ്. പോളിവിനൈൽ അസറ്റേറ്റ് ആണ് സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചില കേസുകളിൽ ഗം അക്കേഷ്യ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ്. കാരണം എന്താണ്? ജെൽ ടൈപ്പ് ആണ്, അതേപോലെ തന്നെ ഗ്ലാസി നേച്ചറാണ് അതിന്. അതുകൊണ്ട് ഡോക്യുമെന്റ്സിന് എന്ത് ചെയ്യാം? എഫക്റ്റ് ആവാം. ഓക്കെ, ഡാമേജ് ആവാൻ സാധ്യത വരാം. ദെൻ ലിഫ്റ്റ് ദി പേജസ് ആസ് ദേ ആർ പ്രസന്റ്. അതായത് എങ്ങനെയാണോ ക്രൈം സീനിൽ ആ ഡോക്യുമെന്റ്സിന്റെ പൊസിഷൻ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ലിഫ്റ്റ് ചെയ്യുക. ഡോണ്ട് മേക്ക് എനി ചേഞ്ച്. ഓക്കെ, അതായത് നമ്മൾക്ക് കൂടുതൽ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ലിഫ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് യൂസ് സ്പാച്ചുല ടു ലിഫ്റ്റ് സ്കാറ്റേർഡ് പേജസ് ആൻഡ് ദെൻ ട്രാൻസ്ഫർ ദം ഓൺ എ തിൻ ഗ്ലാസ് ഷീറ്റ് അല്ലെ. എക്യുപ്മെന്റ് കിറ്റിൽ എന്തുണ്ട്? തിൻ ഗ്ലാസ് ഷീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. തിൻ ഗ്ലാസ് ഷീറ്റിന്റെ കാര്യം പറഞ്ഞു. സ്കാറ്റേർഡ് ആയ പേജസിന് എന്ത് ചെയ്യുക? സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഗ്ലാസ് ഷീറ്റിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സിമ്പിൾ കാര്യം അല്ലേ, യൂസിങ് സ്പാച്ചുല. അടുത്തത് ട്രൈ ടു ട്രാൻസ്ഫർ ദി എൻറ്റയർ കണ്ടെയ്നർ ഇൻ വിച്ച് ദ ഡോക്യുമെന്റ്സ് വെർ ബേൺ. രണ്ടാമത്തെ പോയിന്റ് പ്രകാരം കണ്ടെയ്നർ, അതായത് ഡോക്യുമെന്റ്സ് ക്യാരി ചെയ്യുന്ന കണ്ടെയ്നറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഏത് കണ്ടെയ്നറിലാണോ ഡോക്യുമെന്റ് പ്രസന്റ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. സോ ട്രൈ ടു ട്രാൻസ്ഫർ ദി എൻറ്റയർ ഡോക്യുമെന്റ് ഇൻ വിച്ച് എൻറ്റയർ കണ്ടെയ്നർ ഇൻ വിച്ച് ദ ഡോക്യുമെന്റ് ബേൺ. ഓക്കെ, അതാണ് ഹാൻഡിലിംഗ്. ഇനി അടുത്തത് സ്റ്റെബിലൈസേഷൻ ഓഫ് ചാർട്ട് ഡോക്യുമെന്റ്. സ്റ്റെബിലൈസേഷൻ. ഇനി another way to stabilize fragile document is by placing them in a wet moisture chamber. Okay, for several hours and spraying plasticizers on them. വെറ്റ് മോയ്സ്ചർ ആയ ഒരു ചേംബറിൽ എന്ത് ചെയ്യുക? ഫ്രജൈൽ ആയ ഡോക്യുമെന്റ് പ്ലേസ് ചെയ്യുക. അതായത് വെള്ളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ ഇട്ട് വെക്കുക. ഫോർ സെവറൽ അവേഴ്സ് ആൻഡ് സ്പ്രേയിങ് പ്ലാസ്റ്റിസൈസ് ഉണ്ട്. പ്ലാസ്റ്റിസൈസ് എന്തിനാണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ് പ്ലാസ്റ്റിസൈസ് എന്ന് സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പോളിവിനൈൽ അസറ്റൈറ്റ് ഈസ് വൺ ഓഫ് ദി സ്റ്റെബിലൈസർ യൂസ്ഡ് ഇൻ ദ പ്രോസസ്.
It is also the most preferable one. പോളിവിനൽ അസിറ്റേറ്റ് ആണ് മോസ്റ്റ് പ്രിഫറബിൾ ആയ സ്റ്റെബിലൈസേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഒരാളും കൂടി ഉണ്ട്, ഗം അക്കേഷ്യ ആണ്. പക്ഷെ അതധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് സെപ്പറേഷൻ ഓഫ് ചാർ ഡോക്യുമെന്റ്. സോക്കിംഗ് ദ ബണ്ടിൽസ് ഇൻ ഹോട്ട് വാട്ടർ. എന്താണ് നേരത്തെ മോയ്സ്ചർ അല്ലെ, മോയ്സ്ചർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇട്ട് വെക്കാന്ന് പറഞ്ഞിരുന്നു. സോ സെപ്പറേഷൻ ഏതൊക്കെയാ പോസിബിൾ? ഒന്ന് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം. രണ്ടാമത്തത് വൈ സം സജസ്റ്റ് ബാത്ത് വിത്ത് ഡൈലൂട്ടഡ് ഗ്ലിസറിൻ വാട്ടർ സൊല്യൂഷൻ. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം, ഡൈലൂട്ടഡ് ഗ്ലിസറിൻ വാട്ടർ സൊല്യൂഷൻ യൂസ് ചെയ്യാം, അതേപോലെ തന്നെയാണ് ബണ്ടിൽസ് ഇൻ ആൽക്കഹോൾ, അതായത് സോക്കിംഗ് ദ ബണ്ടിൽസ് ഇൻ ആൽക്കഹോൾ. അപ്പൊ മൂന്ന് കാര്യമായി, ഹോട്ട് വാട്ടറായി, ഡൈലൂട്ടഡ് ഗ്ലിസറിനായി, അതേപോലെ തന്നെ ആൽക്കഹോളുമായി. Which breaks a bond between fragments and thus separates a document. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡോക്യുമെന്റ്, ഒത്തിരി ഡോക്യുമെന്റ് കമ്പൈൻഡ് ആണെങ്കിൽ ഓരോ ഡോക്യുമെന്റ് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒട്ടുമിക്ക കേസുകളും യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ എന്താണ് ആൽക്കഹോൾ ആണ്. ഓക്കെ, ആൽക്കഹോൾ ആണ്. പക്ഷെ ഇതൊക്കെ തിയറീസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് എന്നും പറയാൻ പറ്റില്ല, ലെസ് ആക്യുറേറ്റ് എന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളതാണ്. ഇനി അടുത്തത് കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ചാർ ഡോക്യുമെന്റ്. നമ്മൾ ഹാൻഡിൽ ചെയ്തു, സ്റ്റെബിലൈസ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഇനി ആ സെപ്പറേറ്റ് ചെയ്ത് ഇത്രയും ചെയ്തതിനു ശേഷം നമ്മളത് കളക്ട് ചെയ്യണം. കളക്ട് ആൻഡ് പ്രിസർവേഷൻ ആണ്. The document should be picked with utmost care by placing hard paper underneath the chart document. അതായത് ചാർട്ട് ഡോക്യുമെന്റിന്റെ അടിയിൽ ഒരു ബേസ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഹാർഡ് പേപ്പർ പ്ലേസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, എ സ്റ്റിഫ് ഷീറ്റ് ഓഫ് പേപ്പർ is stiff underneath the chart document in the fireplace and then gently pulled over to the keep it on the stiff cardboard. അതായത് ഇതാണ് ചാർട്ട് ഡോക്യുമെന്റ് എങ്കിൽ അതിന്റെ അടിയിൽ എന്ത് ചെയ്യുക, ഒരു ഹാർഡ് പേപ്പർ വെക്കുക ഫോർ സപ്പോർട്ട്. ഹാർഡ് പേപ്പർ വെക്കുക ഫോർ സപ്പോർട്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു കാർഡ്ബോർഡിൽ പ്ലേസ് ചെയ്യുക. കാർഡ്ബോർഡിൽ അതിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, the charred mass supported on the paper and cardboard is then covered by drawing the corners of the brown paper together. മനസ്സിലായോ എന്തോ? അതായത് കാർഡ്ബോർഡ് കവർ ചെയ്തതിനു ശേഷം ഈ മേലത്തെ ഡോക്യുമെന്റ്സ് ഇല്ലേ, ഈ എൻ്റയർ സാധനത്തിന് എന്ത് ചെയ്യുക, ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക, ബ്രൗൺ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. സോ ഇറ്റ് ഈസ് വെൽ പ്രൊട്ടക്റ്റഡ് ഫ്രം അതർ ഡാമേജസ്. ഓക്കെ, അതെന്ത് ചെയ്യുക, ഹാർഡ് പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് വെക്കുക, ബേസ് വെക്കുക. അതിനുശേഷം സ്റ്റിഫ് ആയ ഒരു കാർഡ്ബോർഡിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പേപ്പറിനെയും ഹാർഡ് പേപ്പറിനെയും കാർഡ്ബോർഡിന് എന്ത് ചെയ്യുക, ബ്രൗൺ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യുക. കാർഡ്ബോർഡിനല്ല, ഈ പറഞ്ഞ പേപ്പറിനും ചാർട്ടിനും ഉപയോഗിച്ച് ബ്രൗൺ പേപ്പറിൽ കവർ ചെയ്തിട്ട് ടോട്ടൽ പാക്കേജ് വരുന്നത് കാർഡ്ബോർഡിലാണ്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻറ്റയർ കാർഡ്ബോർഡിനെ നമ്മൾ ഒരു കറോഗേറ്റഡ് ബോക്സിൽ വെക്കും. കറോഗേറ്റഡ് ബോക്സ് യൂസ് ചെയ്യണമെന്നില്ല, കാർഡ്ബോർഡ് തന്നെ ധാരാളമാണ്. പക്ഷെ അത് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, കാർഡ്ബോർഡ് തന്നെ ധാരാളമാണ്. വിത്ത് ദ ലേയേഴ്സ് ഓഫ് ടിഷ്യൂ പേപ്പർ ആൻഡ് കോട്ടൺ. അതായത് കാർഡ്ബോർഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കാർഡ്ബോർഡിന്റെ അകത്താണ് ഈ കാര്യം ഉള്ളത്. സോ ഇതിന് ഡാമേജ് ചെയ്തായിരിക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറും അതേപോലെ തന്നെ കോട്ടണും വെച്ചിട്ട് ആ കാർഡ്ബോർഡ് നിറച്ചിട്ട് എന്ത് ചെയ്യും, പാക്ക് ചെയ്യും. ഓക്കെ, ദ കറോഗേറ്റഡ് ബോക്സ് ഷുഡ് ബി ദെൻ ലേബിൾഡ് ആൻഡ് സീൽഡ് വിത്ത് ഓൾ നെസസറി ഡീറ്റെയിൽസ്. ഈ ലേബലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലേസ്, ഡേറ്റ്, ടൈം, ഇതൊക്കെയാണ്. ഏത് ക്രൈംസിൽ നിന്നാണ് കളക്ട് ചെയ്തത്, ആരാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഇതൊക്കെയാണ് കളക്ട് ചെയ്യുക. അത് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കോർട്ടിൽ പ്രസന്റ് ചെയ്യാനൊക്കെ ഇത് അത്യാവശ്യമാണ്. ആരാണ് കളക്ട് ചെയ്തത്, എവിടെ നിന്നാണ് കളക്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഓക്കെ, എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് സീൽ ചെയ്യുക വിത്ത് ഓൾ ദി നെസസറി ഡീറ്റെയിൽസ്. അതിനുശേഷം എന്താണ്, നമ്മൾ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്തു. ഇനി അടുത്തത് അതിന്റെ ഡെസിഫറിംഗ് ആണ്. അതായത് എന്താണ് ആ ചാർട്ട് ഡോക്യുമെന്റ് എഴുതിയിട്ടുള്ളതെന്നാണ്. സോ ഡ്യൂറിംഗ് ദ ബേണിംഗ് പ്രോസസ്, if the written matter can be seen on the paper and therefore should be photographed immediately. അതായത് ബേണിങ്ങിന് ശേഷം ഇൻ കേസ് ആ ചാർട്ട് ഡോക്യുമെന്റിലെ റിട്ടേൺ പാർട്ട് വിസിബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഫോട്ടോഗ്രാഫ് ചെയ്യുക ഫോർ ഡോക്യുമെന്റേഷൻ. എപ്പോഴും ആലോചിക്കുക, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. അടുത്തത്, after the charted documents are taken to forensic laboratories, they should be examined with the different techniques such as photography
ആൻഡ് വിഷ്വൽ മെത്തേഡ്സ്. FSലേക്ക് മാറ്റിയതിനു ശേഷം, ഫോറൻസിക് ലബോറട്ടറീസിലേക്ക് മാറ്റിയതിനു ശേഷം ഫോട്ടോഗ്രാഫിയും അതേപോലെ തന്നെ വേരിയസ് വിഷ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിസിഫർ ചെയ്യുന്നത് ഇൻ കേസ് റിട്ടേൺ പാർട്ട് വിസിബിൾ അല്ലെങ്കിൽ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ഫോട്ടോഗ്രാഫിക് മെത്തേഡ്. അതിൽ കോണ്ടാക്ട് പ്രോസസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ചില ആക്സിലറന്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ആക്സിലറൻസ് എന്തൊക്കെയാവാം? കെറോസിൻ, പെട്രോൾ, ഡീസൽ ഒക്കെ ഉപയോഗിച്ചായിരിക്കും കത്തിക്കുക. എന്താണ് കത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്യുമെന്റിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യാം, ഗ്യാസസ് എമിറ്റ് ആവും അല്ലെ, ഗ്യാസസ് പുറത്തോട്ട് വരാം. സോ ഗ്യാസസ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഡോക്യുമെന്റ് എൻ്റെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടിയാണ്. ഓക്കെ, അതായത് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. അല്ല അപ്പൊ എന്ത് ചെയ്യും? കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ടാവും. ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ടാവും. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന്റെ മേളിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ് പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന ഗ്യാസ് അല്ലെങ്കിൽ ഇവോപ്പറേറ്റ് ചെയ്യുന്ന ഗ്യാസ് അതിൻ്റെ അകത്ത് ട്രാപ്ഡ് ആവും. ഇവോപ്പറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഈ ലൈറ്റിങ്ങിന്റെ ഭാഗത്തുള്ള ഗ്യാസ് നടത്തുന്നെങ്കിൽ ഗ്യാസ് എന്ത് ചെയ്യും? അതാണ് റിട്ടേൺ പാർട്ടായിട്ട് കാണുന്നത്. ഓക്കെ, അതാണ്. ഇനി അടുത്തത് എന്താണ്? ഫിൽട്ടർ ഫോട്ടോഗ്രാഫിയാണ്. ഫിൽട്ടർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ലൈറ്റ് സോഴ്സ്, ഫോർ എക്സാമ്പിൾ വിബ്ജിയോ അല്ലെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ പറഞ്ഞ ഗ്രീൻ ലൈറ്റോ ഓറഞ്ച് ലൈറ്റോ യെല്ലോ ലൈറ്റോ ഉപയോഗിച്ചിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യണം. സോ നമ്മളിപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ലൈറ്റ് സോഴ്സ് ആണ് അല്ലെ, 7 കളേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വൈറ്റ് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫിൽട്ടർ യൂസ് ചെയ്യും. ഇപ്പം ഗ്രീൻ ഫിൽറ്റേഴ്സ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് മാത്രം കടത്തി വിടുക, അങ്ങനെ. സോ ഫിൽട്ടർ ഫോട്ടോഗ്രാഫിയാണ്. ഓക്കെ, ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ IR ഒരു പ്രത്യേകതയുണ്ട്. അതായത് പെനിട്രേഷൻ പവർ ഉണ്ട്. പെനിട്രേഷൻ പവർ ഉണ്ട്. അതായത് ഡോക്യുമെന്റ് അകത്തേക്കൂടെ ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യും. സോ റിട്ടേൺ പാർട്ടിലേക്ക് കൂടി പെനിട്രേറ്റ് ചെയ്യും. സോ നമുക്ക് IR ഫോട്ടോഗ്രാഫി വഴി നമുക്ക് കാണാം. അടുത്തത് വിഷ്വൽ മെത്തേഡ്സ് ആണ്. ഒന്നാമത്തെ വിഷ്വൽ മെത്തേഡ് റിഫ്ലക്റ്റീവ് മെത്തേഡ്സ് ആണ്. അതായത് യൂസിങ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നോർമൽ റിഫ്ലക്ട് ചെയ്യുക. അടുത്തത് ആൽക്കഹോൾ ഗ്ലിസറിൻ ഇമ്മേർഷൻ മെത്തേഡ്. അതായത് ഈ ഒരു സൊല്യൂഷനിൽ എന്ത് ചെയ്യാം, ഡിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു കോമ്പോസിഷൻ ഉണ്ട്. അതായത് വാട്ടർ പ്ലസ് ആൽക്കഹോൾ പ്ലസ് ഗ്ലിസറിൻ, ഇതാണ് കോമ്പിനേഷൻ. അതിൽ വാട്ടറിന്റെ പോർഷൻ എന്ന് പറയുന്നത് 2 ആണ്, ആൽക്കഹോളിൻ്റെത് 5 ആണ്, ഗ്ലിസറിൻ്റെ 3 ആണ്. അതായത് 2:5:3 ആണ് ഇതിന്റെ റേഷ്യോ. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി അടുത്തത് പൊട്ടാഷ്യം ഫെറോസൈനൈഡ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പം ചിലപ്പോൾ ഇങ്ക്, അയൺ, ചില പെന്നുകളിൽ അയൺ ബേസ്ഡ് ഇങ്ക് ആയിരിക്കും. ഓക്കെ, അയൺ ബേസ്ഡ് ഇങ്ക് ആയിരിക്കും. സോ അയൺ ബേസ്ഡ് ഇങ്കുമായിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പൊട്ടാഷ്യം ഫെറോസൈനൈഡ് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് കിട്ടൊരു ബ്രൗൺ അല്ല, പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? ആ റിട്ടേൺ ഭാഗത്തിൽ ഇപ്പം അയൺ ബേസ്ഡ് ഇങ്ക് ഉണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പേർഷ്യൻ ബ്ലൂ കിട്ടും. അതാണ് വേരിയസ് ടൈപ്പ് ഓഫ് ഇങ്ക് റിയാക്ട് ചെയ്യുന്നത് വേറെ വേറെ കളറായിരിക്കും. ഫോർ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ പോലെ അയൺ ബേസ്ഡ് ഇങ്ക് ആണെങ്കിൽ പേർഷ്യൻ ബ്ലൂ കളർ കിട്ടും. അടുത്തത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ സോൾട്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഇങ്കിൽ സോൾട്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ സോൾട്ടുമായിട്ട് എന്ത് ചെയ്യും? ഈ സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്തിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കളർ തരും. അടുത്തത് ഫൈനലായിട്ട് പറയാനുള്ളത് ക്ലോറൽ ഹൈഡ്രേറ്റ് ആണ്. അതായത് പേപ്പർ എന്തുണ്ട്? പേപ്പറിൽ സെല്ലുലോസ് കണ്ടന്റ്. ഈ സെല്ലുലോസ് കണ്ടന്റ് ആയിട്ടായിരിക്കും ഈ ക്ലോറൽ ഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്യുക അല്ലെ. അപ്പം ഈ ഇങ്ക് അല്ലെങ്കിൽ റിട്ടേൺ ഭാഗത്ത് ഇത് റിയാക്ട് ചെയ്യില്ല, ബാക്കി സെല്ലുലോസ് സൈഡ് എന്ത് ചെയ്യും? ഈ ക്ലോറൽ ഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്യും. അപ്പം സറൗണ്ടിങ് ഏരിയയിൽ കളർ ചേഞ്ച് വരും, റിട്ടേൺ ഭാഗത്ത് നോർമൽ ആയിരിക്കും. സോ ഒരു കളർ കോൺട്രാസ്റ്റ് അവിടെ ഉണ്ടായി, ആ സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് റിട്ടേൺ ഭാഗത്ത് വിസിബിൾ ആയിരിക്കും. സോ ഇത്രയുമാണ് ചാർട്ട് ഡോക്യുമെന്റിൽ പറയാനുള്ളത്. സോ താങ്ക് യു.